അനുപമമായ ജീവിത പൂർണിമയിൽ, ദീപ്തസുരഭിലമായ ആരാമത്തിൽ സ്നേഹം അമൃതവർഷിണിയാവുന്ന പ്രസൂനങ്ങളാവുന്നു. മധുനുകരുന്ന തേൻവണ്ടുകളും പൂമ്പാറ്റകളുടെ സ്നേഹസംഗീതവും അലയാഴിയുടെ ആത്മസായുജ്യവും ശ്യാമമേഘപാളികൾക്കിടയിലെ സപ്തസൗന്ദര്യം പൊഴിക്കുന്ന മഴവില്ലുകളും ചെങ്കുത്തായ പർവ്വതനിരകളെ തഴുകിയുണർത്തി കുത്തിയൊലിച്ചിറങ്ങുന്ന ജലപ്രവാഹത്തിന്റെ നയനമനോഹാരിതയും സാഗരഗർജനത്തിന്റെ രാഗലയങ്ങളും അനുരാഗികളായ പറവകളുടെ പലായനവും സ്നേഹനിലാവിനെ സാർത്ഥകമാക്കുന്നു. അനന്തകോടി ജീവബിന്ദുക്കളുടെ മഹാപ്രവാഹത്തിൽ അഹംഭാവത്തിന്റെ അകംപൊരുളുകൾ ജീവകോശങ്ങളിൽ അലിഞ്ഞുപോകുന്നു. ജന്മാന്തരങ്ങളുടെ ജനിതകശാലയിൽ ആത്മതേജസ്സിന്റെ സൂര്യവെളിച്ചം ഹൃദയപാളികളെയും ചിന്താസരണികളെയും നിർമ്മലമാക്കുന്നു. പ്രാർത്ഥനാനിർഭരമായ മനസ്സുകളിൽ ധ്യാനനിമഗ്നതയുടെ സുവർണശോഭയുള്ള ശാന്തിയുടെ ഉർവരതകളിൽ വർണ്ണമഴ പെയ്തിറങ്ങുമ്പോൾ ആധ്യാത്മിക വഴിയിലൂടെയുള്ള പ്രയാണം സഫലമാവുന്നു. നീലാകാശത്തെ കീറിമുറിച്ചുകൊണ്ട് വൈവിധ്യമാർന്ന ജനപദങ്ങളിലൂടെയുള്ള ആകാശയാത്ര ഗോപാലകൃഷ്ണന്റെ മനസ്സിനെ തഴുകിയുണർത്തി. പത്തിരിപ്പാലയിലെ പിക്രു കൺസ്ട്രക്ഷൻസിന്റെ സാരഥിയായ ICC ഗോപാലകൃഷ്ണൻ സ്നേഹനിലാവ് പെയ്തിറങ്ങിയ കൂട്ടുകുടുംബത്തിന്റെ നന്മകളെ കൂട്ടിയിണക്കാനുള്ള ശ്രമത്തിലാണ്. ആധ്യാത്മികതയുടെ പരകോടിയിലേക്ക് നടന്നു പോകുമ്പോഴും രാമായണത്തിന്റെയും മഹാഭാരതത്തിന്റെയും കഥാപരിസരങ്ങളെ ഗോപാലകൃഷ്ണൻ ഹൃദയത്തിന്റെ ഭാഗമാക്കുന്നു. ഗുരുമുഖത്തു നിന്ന് ആർജിച്ചെടുത്ത ആധ്യാത്മികതയുടെ ഊർജപ്രവാഹവുമായി ജീവിതത്തിന്റെ വൈജാത്യപൂർണമായ സുവർണബന്ധാവിലൂടെ ICC ഗോപാലകൃഷ്ണൻ പ്രയാണം തുടരുകയാണ്. ജീവിതാനുഭവങ്ങൾ പകർന്നു നൽകിയ പരുക്കൻ യാഥാർത്ഥ്യങ്ങളാണ് പത്തിരിപ്പാലയിലെ ICC ഗോപാലകൃഷ്ണനെ മുന്നോട്ട് നയിക്കുന്നത്. പത്തിരിപ്പാലയിലും പരിസര പ്രദേശങ്ങളിലും മനോഹരമായ ഭവനങ്ങൾ നിർമ്മിച്ചു നൽകി കഴിഞ്ഞ 20 വർഷമായി പിക്രു കൺസ്ട്രക്ഷൻസിന്റെ സാരഥിയായ ഗോപാലകൃഷ്ണൻ ചുറ്റുമുള്ളവരുടെ സങ്കടങ്ങളെ തന്റേതു കൂടിയാക്കി മുന്നോട്ടു പോവുകയാണ്. ജീവിതത്തിന്റെ വൈവിധ്യമാർന്ന വഴിത്താരയിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തിത്വമാണ് ശ്രീ ICC ഗോപാലകൃഷ്ണൻ. ചെറുപ്പം മുതൽക്ക് തന്നെ എയർഫോഴ്സിൽ ചേരാനുള്ള ആഗ്രഹം മനസ്സിൽ നിറയുകയും പിന്നീട് 15 വർഷത്തോളം എയർഫോഴ്സിൽ സേവനമനുഷ്ഠിച്ചതിനു ശേഷം അധ്യാപക വൃത്തിയിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്ത വ്യക്തിത്വമാണ് ശ്രീ ഗോപാലകൃഷ്ണൻ. ഇന്റൻസീവ് കോച്ചിംഗ് സെന്റർ എന്ന സ്ഥാപനം തുടങ്ങിയതോടുകൂടി പത്തിരിപ്പാല പോലുള്ള ഒരു സ്ഥലത്ത് വിദ്യാഭ്യാസത്തിന് പുതിയൊരു മാനം നൽകുകയും അതിലൂടെ ഇവിടെയുള്ള വളരെയധികം റിസൾട്ടിൽ പിറകിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ജീവിത വിജയം നേടാനുള്ള ഒരു മാർഗദർശനമായി ICC എന്നുള്ള സ്ഥാപനത്തെ മാറ്റിയെടുത്ത വ്യക്തിത്വമാണ് ശ്രീ ഗോപാലകൃഷ്ണൻ. അതുകൊണ്ട് തന്നെയാണ് ICC ഗോപാലകൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുക. ഒരു പരിശീലനവുമില്ലാതെയാണ് അദ്ദേഹം പിക്രു കൺസ്ട്രക്ഷൻസ് എന്ന ഒരു സ്ഥാപനത്തിന് നേതൃത്വം നൽകുകയും ഒട്ടേറെ വീടുകൾ വ്യത്യസ്തമായ ശൈലിയിൽ നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്ത വ്യക്തിത്വമാണ്. മാത്രമല്ല ആധ്യാത്മിക രംഗത്തും സാമൂഹ്യ രംഗത്തും സജീവ സാന്നിധ്യമായ ശ്രീ ICC ഗോപാലകൃഷ്ണനെയാണ് പ്രേക്ഷകരുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ശ്രീ ICC ഗോപാലകൃഷ്ണന്റെ ജീവിതകഥയിലൂടെ നമുക്ക് കടന്നുചെല്ലാം. നമസ്കാരം. എങ്ങനെയായിരുന്നു, എന്തായിരുന്നു താങ്കളുടെ ഒരു കുടുംബപരമായ പശ്ചാത്തലം എന്ന് സൂചിപ്പിക്കും? അച്ഛൻ, അമ്മ, ഞങ്ങൾ 5 മക്കള്. അച്ഛൻ ഇവിടെ അധികാരിയായിരുന്നു, പാരമ്പര്യമായിട്ട് അദ്ദേഹം അങ്ങനെയായിരുന്നു.
17 വയസ്സ് തികയുന്നതിന് മുമ്പേ എയർഫോഴ്സിൽ സെലക്ടഡ് ആയി. ഈ ചെറുപ്പം മുതൽക്ക് തന്നെ എയർഫോഴ്സിൽ ചേരണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് എന്തൊക്കെയായിരുന്നു ചെറുപ്പകാലത്ത്? അതിന് ഓടുക, ചാടുക, പിന്നെ ഫിസിക്കലി ഫിറ്റ് ആയിട്ടിരിക്കുക, നല്ലോണം ആഹാരം കഴിക്കുക. പാലക്കാട് മോയിൻസ് ഗേൾസ് ഹൈസ്കൂളിൽ വെച്ചിട്ടാണ് എന്നെ എയർഫോഴ്സിലേക്ക് എടുത്തിട്ടുള്ളത്. 15 വർഷത്തെ എയർഫോഴ്സിൽ ഒരു സേവനം, ഒരു അനുഭവം എങ്ങനെയാണ്? അത് എന്നെ ഞാൻ ആക്കിയത് തന്നെ ഇന്ത്യൻ എയർഫോഴ്സ് ആണ് എന്ന് അഭിമാനിക്കുന്ന ആളാണ്. മുഴുവൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് എയർഫോഴ്സിലേക്ക് പോയിട്ടുള്ള ഞാൻ 15 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുന്നതിന് മുമ്പ് 2 ബിരുദാനന്തര ബിരുദം എടുത്തിട്ടാണ്. ഈ 15 വർഷം എയർഫോഴ്സിൽ സേവനം അനുഷ്ഠിച്ചില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായി. ഇപ്പോ 2 ബിരുദാനന്തര ബിരുദമാണ് പിന്നെ ജോലി ചെയ്യുമ്പോൾ തന്നെ നേടിയത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ബിരുദാനന്തര ബിരുദം നേടുമ്പോൾ തന്നെ ഒരുപക്ഷെ സാധാരണഗതിയിൽ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ ജോലിയിൽ പിന്നെ മുന്നോട്ട് പോവുക എന്നാണ് പലരും ചിന്തിക്കുക, നിലവിലുള്ള ജോലിയിൽ. പക്ഷേ ഈ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയതിന് ശേഷമുള്ള എന്തെങ്കിലും അധ്യാപക വൃത്തിയോ അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ സ്വപ്നം ഉണ്ടായിരുന്നു? ഞാൻ ആക്ച്വലി പിന്നെ ഈ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കുമ്പോൾ മനസ്സിലുണ്ടായിരുന്ന ഉദ്ദേശം ഏതെങ്കിലും കോളേജിൽ ലെക്ചറായിട്ട് നാട്ടിലിങ്ങനെ കൂടുക എന്നുള്ളതാണ്. നാട്ടില് അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അച്ഛനും അമ്മയ്ക്കും സപ്പോർട്ടായിട്ട് നാട്ടിൽ തന്നെ ഒരാൾ വേണം. പ്രൊഫഷണലി നമുക്ക് വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു തൊഴിലാണ് അധ്യാപനം. ഏതെല്ലാം സബ്ജക്റ്റിലാണ് പ്രത്യേകിച്ച് പോസ്റ്റ് ഗ്രാജുവേഷൻ നേടിയത്? MA എക്കണോമിക്സ് ആൻഡ് MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. പത്തിരിപ്പാലിലെത്തിയതിനു ശേഷം പിന്നെ ഏതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്? എങ്ങനെയായിരുന്നു? ആദ്യം ഞാൻ പോയിട്ട് മനുശ്ശേരി കോപ്പറേറ്റീവ് കോളേജിൽ ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്തു. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സൈനിക് ബോർഡിൽ നിന്ന് LICയിലേക്ക് സ്പോൺസർ ചെയ്ത് അവിടെ പോകേണ്ടി വന്നു. അവിടെ നിന്ന് തിരിച്ചു വന്നിട്ട് മറ്റ് കോളേജുകളിൽ കയറാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം അങ്ങോട്ട് വിജയിക്കില്ല എന്ന് തോന്നിയപ്പോൾ സ്വന്തമായിട്ട് നമ്മളൊരു സ്ഥാപനം തുടങ്ങി. അതാണ് ഇന്റൻസീവ് കോച്ചിങ് സെന്റർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ തുടങ്ങിയത് നമ്മൾ SSLC വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷനും കോളേജ് ഗോയിങ് സ്റ്റുഡൻസിന് ട്യൂഷനും ഒക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ പാരലൽ ക്ലാസ്സസ് ആക്കി. പക്ഷെ അതിന് ഇക്കണോമിക് വയബിലിറ്റി ഇല്ല. പത്തിരിപ്പാലയ്ക്ക് കോളേജുകളുടെ പ്രോക്സിമിറ്റി ഇല്ലാത്തത് കാരണം ഗ്രാജുവലി നിർത്തേണ്ടി വന്നു. റിട്ടയർ ചെയ്ത് 2 വർഷം കഴിഞ്ഞിട്ടാണ് വിവാഹമൊക്കെ കഴിച്ചത്. അധ്യാപക വൃത്തിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പിക്രു കൺസ്ട്രക്ഷൻ എന്നുള്ളൊരു സ്ഥാപനം പിന്നെ കുറിക്കുകയും ചെയ്തു. ഒരുപക്ഷെ ഒരു ബിൽഡർ ആവുമ്പോൾ ഏതെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ അതിന്റെ പരിചയങ്ങളോ കല്ലും മണ്ണും സിമെന്റും ഒക്കെ ആയി ബന്ധപ്പെട്ട അതിന്റെ കയ്യും കണക്കൊക്കെ ഒപ്പിച്ചിട്ടുള്ള ഒരു സംഭവമാണ് വീട് കെട്ടിക്കൊടുക്കുക എന്നുള്ളൊരു ഇതിലേക്കാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അതിന്റെ പിന്നെ പ്ലാൻ അല്ലെങ്കിൽ അതിന്റെ കൺസ്ട്രക്ഷൻ രീതികൾ ഓരോ കാലത്തും മാറി മാറി വരുന്നതാണ്. ഇവിടെ ഒട്ടേറെ വീടുകൾ ഈ പത്തിരിപ്പാല ഭാഗത്ത് പിക്രു കൺസ്ട്രക്ഷൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു തുടക്കം, അങ്ങനെ ഒരു മനസ്സ് വരാൻ കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് വരാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു. അധ്യാപകനായിട്ട് തുടങ്ങിയപ്പോ നമ്മുടെ സ്ഥാപനത്തിനെ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് മില്ലിൽ പോയതാ. അതിലേക്ക് ബെഞ്ച്, ഡെസ്ക്, മറ്റു സംഗതികളും സൗകര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിന്റെ ബെഞ്ചും ഡെസ്കും ഉണ്ടാക്കി കൊടുത്തതിന്റെ ഭാഗമായിട്ട് മരക്കച്ചവടക്കാരനായി. മരക്കച്ചവടത്തില് പിന്നെ ഒരു സ്ഥലത്ത് കുറെ വീട്ടി എക്സോർബിറ്റന്റ് ആയിട്ടുള്ള റേറ്റ് തന്നെ കൊടുത്തിട്ട് മേടിച്ചു. അതില് പോടായി പോയി. അത് മുതലാക്കാൻ വേണ്ടിയിട്ട് ആ വീട്ടിൽ മുഴുവൻ ഞാൻ ഫർണിച്ചറാക്കി വെച്ചു. ഫർണിച്ചറിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആൾക്കാര് കട്ടള ജനല് ഇതൊക്കെ വേണം എന്നുള്ള ആവശ്യം വന്നപ്പോ അതിനുള്ള സൗകര്യം ചെയ്തു. കട്ടളയുടെയും ജനലിന് പിന്നാലെ നടന്നിട്ട് കൺസ്ട്രക്ഷനെ കുറിച്ചിട്ട് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആദ്യം എനിക്കും എന്റെ ഏട്ടനുമുള്ള വീട് ഉണ്ടാക്കി. അങ്ങനെ ഞാനൊരു ബിൽഡറായി. സാധാരണ ഇതിലിപ്പോ ഒരു ബിൽഡർ ആവുന്ന സമയത്ത് ഒന്നുകിൽ ഒരു പരിചയം ഉണ്ടാവണം. ഇത് സ്വാഭാവികമായിട്ടും മറ്റേ ട്യൂഷൻ സെന്ററിന് വേണ്ടിയിട്ടുള്ള ബെഞ്ചും ഡെസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മില്ലിലേക്ക് പോയത്. അങ്ങനെ തടിക്കച്ചവടം എന്നുള്ളൊരു ആശയത്തിലേക്ക് അവിടുന്ന് നേരെ ഈ പിന്നെന്താ പറയാ കൺസ്ട്രക്ഷൻ ഫർണിച്ചറിലേക്ക് പോയി. കൺസ്ട്രക്ഷൻ ആണ്. കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് ഒന്നുകിൽ എഞ്ചിനീയറിംഗ് കഴിയണം കാണിച്ചാൽ അങ്ങനെ കാണിച്ചാൽ സ്വഭാവമായിട്ടൊരു പുതിയ പുതിയ ഡിസൈനും ഒക്കെയാണല്ലോ. അപ്പൊ ഈ അതൊരു വല്ലാത്തൊരു ധൈര്യത്തോട് കൂടിയിട്ട് വന്നാണ് വീട് കെട്ടിക്കൊടുക്കുക എന്നുള്ളത്. സ്വന്തം വീട് കെട്ടിയിട്ടായിരിക്കാം ഒരു പക്ഷെ തുടങ്ങിയത്. ആ ഒരു തയ്യാറെടുപ്പ് എങ്ങനെയായിരുന്നു? ഞാൻ പലപ്പോഴും വളരെ മിടുക്കന്മാരായിട്ടുള്ള എഞ്ചിനീയർമാരെ കൺസൾട്ട് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുണ്ട്. എവറിഥിങ് ഐ യൂസ് ടു. പിന്നെ അതിന് പുറമെ പുസ്തകങ്ങൾ എടുത്ത് വായിക്കും. പിന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്ന വർക്കേഴ്സ് മിടുക്കന്മാരാണ്. എപ്പോഴായിരുന്നു പ്രത്യേകിച്ച് ഒരു പിക്രു കൺസ്ട്രക്ഷൻ രൂപം നൽകിയത്? എപ്പോഴായിരുന്നു? 94-95 കാലഘട്ടത്തിൽ. ഓരോ ഘട്ടത്തിലും കെട്ടിട നിർമ്മാണ ശൈലിയിൽ വ്യത്യസ്തമായിട്ടുള്ള പിന്നെ ഒട്ടേറെ പരിവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. പുതിയ പുതിയ ഫാഷൻ, പുതിയ പുതിയ ഡിസൈൻ എല്ലാം വരുന്നുണ്ട്. താങ്കൾ എങ്ങനെയാണ് കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ പുതിയ ഡിസൈൻ വേണമെന്ന് പറയും, ആ ഡിസൈൻ നമ്മൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന? അവരുടെ ചോയ്സ് ചോദിക്കും. ഐ ടേക്ക് ദം അറൗണ്ട്. പിന്നെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള വീടുകളൊക്കെ ആദ്യം കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് ആ ഓരോ വീട്ടിലും ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്തോളാൻ പറയും. എന്നിട്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട എല്ലാം കൂടിയിട്ട് സിഗ്നറൈസ് ചെയ്ത് ഒരു പ്ലാനൊക്കെ വരച്ച് അവരുടെ അംഗീകാരത്തിന് ശേഷം നമ്മൾ കൺസ്ട്രക്ഷൻ തുടങ്ങാൻ. ഇന്ത്യൻ എയർഫോഴ്സിൽ സേവനമനുഷ്ഠിച്ച ഗോപാലകൃഷ്ണൻ ജോലിയുടെ തിരക്കുകൾക്കിടയിലാണ് ആഗ്ര യൂണിവേഴ്സിറ്റിയിൽ നിന്നും
സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും രാജസ്ഥാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദാനന്തര ബിരുദവും നേടിയത്. സർവീസിൽ നിന്ന് വിരമിച്ചതിനു ശേഷം പത്തിരിപ്പാലയിലെത്തിയ ഗോപാലകൃഷ്ണൻ ICC എന്ന ഇന്റൻസീവ് കോച്ചിംഗ് സെന്റർ തുടങ്ങിയതോടെയാണ് നാട്ടുകാർക്കിടയിൽ ഗോപാലകൃഷ്ണൻ ICC ഗോപാലകൃഷ്ണനായി മാറിയത്. ഈ വീട് കെട്ടിക്കൊടുക്കുന്ന സമയത്ത് വാസ്തു ഒരു പ്രധാന ഘടകമാണല്ലോ. പ്രത്യേകിച്ച് ഈ കാണിപ്പയൂരിനെ പോലുള്ള ആളുകളൊക്കെ വൻകിട ഫ്ലാറ്റ് നിർമ്മാതാക്കളും വില്ലകളൊക്കെ കെട്ടുന്നവർ കൊണ്ടുവരുന്നുണ്ട്. ഒരു വീട് കെട്ടുമ്പോൾ ഒരു വാസ്തു നോക്കുക എന്നുള്ളത് ഒരു നിർബന്ധമായിട്ടുള്ള ഒരു ഘടകമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇല്ല. അതായത് എനിക്ക് അതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. ദിശ മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ ഇങ്ങനെ ചെയ്തിട്ട്. പക്ഷെ പാർട്ടിക്ക് ഏതെങ്കിലും നമ്മുടെ ക്ലയൻസിന് അതിൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ അറേഞ്ച് ചെയ്ത് കാണിപ്പയൂരിനെ കൊണ്ടുവന്നിട്ടുള്ള കേസുകളുണ്ട്. അവർ അതായത് നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണോ വീട് കെട്ടുന്നത് അവരുടെ സാറ്റിസ്ഫാക്ഷനാണ് മെയിൻ. അതിന് പുറമെ വേറെ ഒരു അഡീഷണൽ പ്ലസ് പോയിന്റ് ആയിട്ട് നിൽക്കുക എപ്പോഴും സർവീസിങ്. ഇത് കഴിഞ്ഞിട്ട് അവർക്ക് എന്തെങ്കിലും പരാതികളുണ്ട്, കംപ്ലൈന്റ് ഉണ്ട് വെച്ചാൽ അത് പോയിട്ട് അറ്റൻഡ് ചെയ്യലാണ് ഫോളോ അപ്പ്. അത് ആ ഫോളോ അപ്പ് പിന്നെ സാധാരണ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും പറയുന്നതും മൈ ലൈഫ് ടൈമാണ്. കൺസ്ട്രക്ഷൻ രംഗത്തുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ, ഇതിനിടയിലാണ് താങ്കൾ ഈ ആധ്യാത്മിക രംഗത്ത് വളരെ സജീവ സാന്നിധ്യമാവുന്നത്. എങ്ങനെയാണ് ഈ ആധ്യാത്മികമായിട്ടുള്ള ഒരു പഠനം അത് ശാസ്ത്രീയമായിട്ട് നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ വായനയിലൂടെയാണോ ആധ്യാത്മികതയിലേക്ക് കൂടുതൽ പ്രവേശിച്ചത്? അതിനെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കാമോ? അത് മെയിനായിട്ട് അതിനുള്ള ഇൻക്ലിനേഷൻ ഉണ്ടായത് അമ്മ ഭയങ്കര ഭക്തയായിരുന്നു. ഇന്റർമീഡിയറ്റ് എഴുതിയത് ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഭോപ്പാലിൽ നിന്നും. അപ്പൊ അതിൽ വൺ ഓഫ് ദ സബ്ജക്ട് കൾച്ചർ ഓഫ് ഇന്ത്യൻ സിവിലൈസേഷൻ എന്നുള്ളതായിരുന്നു. അതിനോടനുബന്ധപ്പെട്ടിട്ട് എനിക്ക് രാജാജിയുടെയും ഡോക്ടർ രാധാകൃഷ്ണന്റെയും വിനോബാവുടെയും ഒക്കെ ദർശനങ്ങൾ കുറെ വായിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് വല്ലാണ്ട് ഒരു പ്രചോദനമായി. ഈ ആധ്യാത്മികതയുടെ ഇപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ ഒരു പഠനം ഒരു സബ്ജക്ട് അതായിരുന്നല്ലോ, സ്വാഭാവികമായിട്ടും അതിലൂടെയാണ് താല്പര്യം. ധാരാളം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. രാജാജി ഉൾപ്പെടെയുള്ള ആളുകളുടെ ദർശനങ്ങൾ നമ്മുടെ ജീവിതത്തിന് ഒരു വല്ലാത്തൊരു മാറ്റം ഉണ്ടാക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും ഈ ആധ്യാത്മികതയിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രഭാഷണങ്ങൾ നടത്തും, അല്ലെങ്കിൽ അത് രാമായണം, മഹാഭാരതം, ഇതൊക്കെ നമ്മുടെ മനസ്സിനെ വല്ല സ്വാധീനിക്കുമല്ലോ. അങ്ങനെ സ്വാധീനിച്ച ഒരു ഘടകം ഏതാ? രാമായണമാണോ മഹാഭാരതമാണോ? ഭഗവത്ഗീതയും രാമായണവും രണ്ടും വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ ഭഗവത്ഗീത ഒരു സയൻസ് എന്നുള്ളത് ലിറ്ററലി ഒരു സയൻസാണ്. രാമായണം ലൈഫാണ്. ഞാൻ സ്വന്തമായിട്ടിരുന്ന് വായിച്ചിട്ടും പിന്നെ മറ്റു പ്രഭാഷണങ്ങൾ കേട്ടിട്ടും പുസ്തകങ്ങൾ വായിച്ചിട്ട് തന്നെയാണ് ഡെവലപ്പ് ചെയ്ത് പറഞ്ഞത്. 7 കൊല്ലമായിട്ട് എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം ഇങ്ങനെ ഫാമിലി കുറെ ആൾക്കാർ ചുറ്റുവട്ടത്തുള്ളവർക്ക് വരും. അവരെല്ലാവരും കൂടി വന്നിട്ട് നമ്മൾ സത്സംഗങ്ങൾ ധാരാളം നടത്തിയിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പാവപ്പെട്ടവർ, അശരണർ, അതുപോലെ സഹായം ആവശ്യപ്പെടുന്ന ആളുകൾ, അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. അങ്ങനെ പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്ന രീതിയിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ വല്ലതും നടത്താറുണ്ടോ? അത് താല്പര്യമുള്ള ഒരു വിഷയമാണ്. ഇപ്പൊ ഞാൻ എയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ചെയ്ത് വന്ന ഉടനെ ഇതുപോലെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടി നമ്മുടെ കയ്യിൽ വന്നു പെട്ടു. അദ്ദേഹത്തിന് നല്ലോണം പ്രചോദനം കൊടുത്ത് പഠിച്ച് അദ്ദേഹത്തിന്റെ PhD കഴിഞ്ഞിട്ട് ഇപ്പൊ പ്രൊഫസറാണ്. പ്രൊഫസർ. ഇപ്പൊ 2 കൊല്ലം മുമ്പ് ഒരു കുട്ടിക്ക് ഗോൾഡ് മെഡൽ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ PGക്ക് കംപ്ലീറ്റ് ആവശ്യമായിട്ടുള്ള സർവ്വ ചെലവും നമ്മൾ അത് പഞ്ചായത്ത് മുഖാന്തരം കൊടുത്തു. പിന്നെ അല്ലാണ്ട് ഇഷ്ടംപോലെ കുട്ടികൾക്ക് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഏതൊരു കുട്ടി എല്ലാ സബ്ജക്റ്റിലെയും A+ വാങ്ങിയ അപ്പോ 10,000 ക്യാഷ് പല പ്രാവശ്യം കൊടുത്തു. ഇപ്പോ പണമില്ലാതെ ആരും പഠിക്കാതിരിക്കരുത് നിർബന്ധം. മെയിനായിട്ട് എന്റെ കൂടെയുള്ളവർക്കാണ്. എന്റെ കൂടെയുള്ള വർക്കേഴ്സിന് നമ്മൾ നല്ല വീട്ടിൽ താമസിക്കും, അവരും നല്ല വീട്ടിൽ താമസിക്കണം എന്നുള്ളത്. അത് ഞാൻ ഈ ഫീൽഡിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നതിന് മുമ്പ് എന്റെ കൂടെ പണിയെടുത്തിട്ടുള്ളവരെ എല്ലാവർക്കും ഒരു RC വീട് ഉണ്ടാവണം എന്നുള്ള ഒരു കൺസെപ്റ്റ്. സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ രംഗത്ത് നിൽക്കുന്നവർക്ക് സ്വന്തം ബാങ്ക് ബാലൻസ് ഉയർത്തുക, അല്ലെങ്കിൽ ഏത് മേഖലയിലാണെങ്കിലും ശരി, കൺസ്ട്രക്ഷൻ മാത്രമല്ല പണം ഉണ്ടാക്കുക എന്നുള്ളൊരു ആഗ്രഹമാണ് എല്ലാ മനുഷ്യരെയും നിയന്ത്രിക്കുന്നത്. കൂടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നല്ല വീടുണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. കാരണം ചില സ്നേഹവും ആർദ്രതയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഒരു ആശയം എങ്ങനെയാണ് വന്നത്? അപ്പൊ ഇതിന്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ until and unless you go on the basis of grow together, എത്ര പൈസ ഉണ്ടായിട്ട് കാര്യമില്ല, എന്തുണ്ടായിട്ട് കാര്യമില്ല. അപ്പൊ ഒരുമിച്ച് വളർന്നല്ലാതെ യാതൊരു കാരണം വെച്ചാലും സന്തോഷം ഉണ്ടാവില്ല. ലാഭാധിഷ്ഠിതമായ ചിന്തകൾക്ക് പ്രാധാന്യമേറുന്ന വർത്തമാനകാല ജീവിതയാത്രയിൽ മറ്റുള്ളവർക്കായി എന്തെങ്കിലും ചെയ്യണമെന്ന ചിന്തയാണ് ICC ഗോപാലകൃഷ്ണനെ വേറിട്ട വ്യക്തിത്വമാക്കുന്നത്. നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്നുവെന്നതാണ് ICC ഗോപാലകൃഷ്ണന്റെ മുഖമുദ്രയെന്ന് സുഹൃത്തുക്കളും അഭ്യുദയകാംക്ഷികളും സാക്ഷ്യപ്പെടുത്തുന്നു. ഗോപാലകൃഷ്ണൻ പത്തിരിപ്പാല ഹൈസ്കൂളിൽ ഞാൻ പഠിപ്പിക്കുമ്പോൾ സ്കൂൾ ലീഡറായിരുന്നു.
ഒന്നാമത്തേത് ലീഡർഷിപ്പ് ക്വാളിറ്റി, ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള ആത്മാർത്ഥത. ഇതെല്ലാം അന്നു മുതൽക്കേ പ്രകടമായിരുന്നു. ഗോപാലകൃഷ്ണന്റെ നിന്ന് ഒരുപാട് അമൂല്യമായിട്ടുള്ള ആധ്യാത്മിക രത്നങ്ങൾ എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചു. സാധുക്കൾക്ക് അറിഞ്ഞുകൊണ്ട് സഹായം ചെയ്യാൻ ആ ഒരു മനസ്സ് ഏറ്റവും ശ്ലാഘനീയമായിട്ടൊരു കാര്യമാണ്. ഗോപാലകൃഷ്ണനെ ഈ നാട്ടിലുള്ളവര് സുന്ദരേട്ടൻ എന്നുള്ള പേരിലാണ് അറിയുക. പിന്നെ ഈ കപടത എന്ന ഇന്നത്തെ ലോകം, അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് ഇങ്ങനെ ഒരു മനുഷ്യന്മാരെ കാണുമ്പോൾ നമുക്ക് എന്താ പറയാ, ദൈവതുല്യം തന്നെ പറയാനുള്ളൂ. അത് എന്നും ജീവിതത്തിൽ കൊണ്ടു നടക്കാനും നിലനിർത്താനും സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ഈ ജനങ്ങളുമായിട്ടൊക്കെ ഒന്ന് ബന്ധം വന്നു തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഒരു മാറ്റൊരയ്ക്കാനുള്ള ഒരു സാഹചര്യം ഈ നാട്ടിലെ ആളുകൾക്ക് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ സ്വഭാവം വളരെ വ്യത്യസ്തമാണെന്നും ജനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടു. കാശുണ്ടാക്കാന്ന് മാത്രമല്ല, അത്യാവശ്യമൊക്കെ ഇവിടെ എന്തെങ്കിലുമൊക്കെ സഹായ സഹകരണങ്ങൾ വേണ്ടി വരുമ്പോൾ ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നതിന്റെ കൂടെ ഒരു സഹായം ചെയ്യണമെന്ന് പറയുമ്പോൾ അദ്ദേഹം കാര്യമായി തന്നെ അത് ചെയ്തിരുന്നു. ഞങ്ങളൊക്കെ സാക്ഷ്യപ്പെടുത്തും, അത് കൊടുക്കേണ്ടതാണ്, അത് അർഹിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒന്നും നോക്കാറില്ല. അദ്ദേഹം അതെടുത്ത് കൊടുക്കുന്ന ഒരവസ്ഥ അദ്ദേഹത്തിൽ നിന്നുണ്ട്. മാത്രമല്ല കുറേയൊക്കെ ആധ്യാത്മികമായിട്ടും പുള്ളി അങ്ങനെ വളരെ നല്ല നിലയ്ക്കാണ് അദ്ദേഹം പോകുന്നത്. അതൊക്കെ ഒരു നാട്ടിൽ നന്മ വരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിട്ടാണ് ഞങ്ങളൊക്കെ വിലയിരുത്തിയിട്ടുള്ളത്. ഞങ്ങളുടെയൊക്കെ അത്യാവശ്യം ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് എന്നും അദ്ദേഹം കരുത്ത് തന്നിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഞങ്ങളൊക്കെ സമീപിക്കുമ്പോൾ അദ്ദേഹം മുഖം നോക്കാതെ, അല്ലെങ്കിൽ എന്താണ് അതിന്റെ മൂല്യം മാത്രം കണക്കിലെടുത്തുകൊണ്ട് സഹായിക്കുകയും നാട്ടിലുണ്ടാകുന്ന എല്ലാവിധ സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിൽ കൃത്യനിഷ്ഠതയോട് ആത്മാർത്ഥമായി സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഞാൻ കൃഷ്ണലീല, പത്രിപ്പാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി അധ്യാപിക. ഒരു 12 വർഷമായിട്ട് എനിക്ക് സാറിനെ അറിയാം. ഞങ്ങൾ ഒരു 8-10 കുടുംബങ്ങളിലെ അംഗങ്ങൾ സാറുടെ ഈ വീട്ടിൽ വെച്ച് സത്സംഗ് നടത്താറുണ്ട്. ആ സത്സംഗത്തിലൂടെ സാർ എനിക്ക് ഇമ്പോർട്ട് ചെയ്ത് തന്ന പാഠങ്ങളാണ് എന്റെ വ്യക്തിത്വ വികസനത്തിൽ വളരെ വലിയ പങ്കുവഹിച്ചിരിക്കുന്നത്. നന്നായിട്ട് വായിക്കും, മിക്ക വിഷയങ്ങളിൽ നല്ല പാണ്ഡിത്യമുണ്ട്, അതിലുപരി വലിയ കഠിനാധ്വാനിയാണ്. എല്ലാവരും ധനസമ്പാദനം നടത്തിയത് സ്വരൂപിച്ച് വെക്കുന്ന വേളയിൽ ഗോപാലൻ സാർ ചെയ്യുന്നത് അതിന്റെ വളരെ വലിയൊരു പങ്ക് പാവപ്പെട്ടവരെ സഹായിക്കാനും വേണ്ടപ്പെട്ടവരെ സഹായിക്കാനും നീക്കി വെക്കാറുണ്ട്. പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്, യൂണിഫോം കൊടുത്തും പാഠപുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുത്തും ഈ സമൂഹത്തിലെ പാവങ്ങളായ കുട്ടികളുടെ കല്യാണം അല്ലെങ്കിൽ അവരുടെ സാമൂഹ്യ മതപരമായ മറ്റു പല കാര്യങ്ങൾക്കും ചടങ്ങുകൾക്കൊക്കെ ധനസഹായം നൽകിയും ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്റെ പേര് അബ്ദുൾ റഹ്മാൻ, കേരളശ്ശേരി ഹൈസ്കൂളിലെ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു. 1987 മുതൽ ശ്രീ ഗോപാലകൃഷ്ണൻ സാറായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു സേവന മനോഭാവത്തോടുകൂടി രംഗത്തിറങ്ങുകയും അധികം ലാഭേച്ഛയില്ലാതെ കാര്യങ്ങൾ വളരെ ഭംഗിയായി കൊണ്ടുപോകാൻ എല്ലാവർക്കും വേണ്ട സഹായം നൽകുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. സമൂഹത്തിലെ കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ഏത് തരത്തിലുള്ള പ്രയാസങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊന്നും തട്ടിക്കളയാതെ അതെല്ലാം കേൾക്കാനും അതിനനുസരിച്ച് പ്രതികരിക്കാനുള്ള ഒരു മനസ്സ് ദൈവം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. അണുകുടുംബ ജീവിതത്തിന് കൂടുതൽ സ്വീകാര്യതയുള്ള വർത്തമാനകാലത്ത് സ്വന്തം കുടുംബത്തിൽ നിന്നും സ്നേഹത്തിന്റെയും സഹോദര്യത്തിന്റെയും മഹനീയത ഉണ്ടാവണമെന്ന് ഗോപാലകൃഷ്ണൻ ആഗ്രഹിക്കുന്നു. പത്തിരിപ്പാല മണ്ണൂരിലെ കിഴക്കീട്ടിൽ വീട്ടിൽ വില്ലേജ് അധികാരിയായിരുന്ന NK ഗോവിന്ദൻ നായരുടെയും പത്മിനി അമ്മയുടെയും 5 മക്കളിൽ മൂന്നാമത്തെയാളാണ് ഗോപാലകൃഷ്ണൻ. മൂത്ത സഹോദരി വിജയലക്ഷ്മി ചെന്നൈയിലാണ് താമസിക്കുന്നത്. ഭർത്താവ് കൃഷ്ണൻകുട്ടി. രണ്ടാമത്തെയാൾ സേതുമാധവൻ പാലക്കാട് SBIയിൽ മാനേജരാണ്. ചിത്രകാരി കൂടിയായ ദേവിയാണ് ഭാര്യ. നാലാമത്തെയാൾ ഹരിനാരായണൻ കഞ്ചിക്കോട്ടെ ഒരു സ്വകാര്യ കമ്പനിയിൽ ഉദ്യോഗസ്ഥനാണ്. ഭാര്യ രാജശ്രീ. ഇളയ സഹോദരൻ സച്ചിദാനന്ദൻ പാലക്കാട്ടെ അഹല്യ ഹോസ്പിറ്റലിൽ സെക്യൂരിറ്റി ഓഫീസറാണ്. ഭാര്യ രാധ. ഗോപാലകൃഷ്ണന്റെ ഭാര്യ ഉഷ അമ്മാവനായ രാമകൃഷ്ണന്റെയും വസുമതിയുടെയും മകളാണ്. സ്നേഹവും ആർദ്രതയും ഒക്കെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. ആർക്കും ആരെയും വേണ്ടാത്ത ഒരു കാലം. സ്വാഭാവികമായും കേരളീയ സമൂഹത്തിൽ അല്ലെങ്കിൽ മലയാളികളുടെ കുടുംബജീവിതത്തിൽ നിന്ന് സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്ന വർത്തമാനകാലത്ത് ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തിലേക്ക് ഓരോ ആളുകളും ചുരുങ്ങി വരുന്ന കാലത്താണ് കൂട്ടുകുടുംബ വ്യവസ്ഥിതിയെ വീണ്ടും കൊണ്ടുവരണം, അല്ലെങ്കിൽ കൂട്ടുകുടുംബത്തിന്റെ നന്മ
അത് ഹൃദയത്തിൽ ഏറ്റുവാങ്ങണം എന്ന ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഗോപാലകൃഷ്ണനും കുടുംബവും ഇവിടെയുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ അവരെല്ലാവരും കൂടെ ജീവിത സ്വാതന്ത്ര്യത്തിലെങ്കിലും ഒന്നിക്കണമെന്നാണ് ഈ കുടുംബം ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റുമായിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ഗോപാലകൃഷ്ണന്റെ മൂത്ത സഹോദരൻ സേതുമാധവൻ, അദ്ദേഹം SBIയിലാണ് പാലക്കാട് ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തോട് ചോദിക്കാൻ, എങ്ങനെയാണ് സഹോദരൻ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് മുന്നോട്ട് വെക്കുന്നു? കാരണം വെച്ചാൽ കേരളത്തിലെ എല്ലാ കുടുംബ ബന്ധങ്ങൾ പോലും ശിഥിലമാവുന്ന ഒരു കാലമാണത്. ഒരു മൂത്ത സഹോദരൻ എന്നുള്ള നിലയ്ക്ക് എന്താണ് അനിയന്റെ ഈ ഒരു ആഗ്രഹത്തോടെ എങ്ങനെയാണ് താങ്കൾ പ്രതികരിക്കുന്നത്? കൂട്ടുകുടുംബം എന്ന് പറയുന്നത് ഒരു ഫാന്റാസ്റ്റിക് കൺസെപ്റ്റാണ്. അപ്പൊ നമ്മൾ മൈഗ്രേറ്റ് ചെയ്ത് കുഞ്ഞു ഫാമിലിയായി അതാത് സ്ഥലങ്ങളിൽ പോയി സെറ്റിൽ ചെയ്ത് മക്കളൊക്കെ മറ്റു ജോലികൾ നോക്കിയിട്ടൊക്കെ പോയി പിന്നെ വാർദ്ധക്യം ഒരു അനാഥമായി പോകുന്ന കാലഘട്ടമാണത്. ഒരുമിച്ച് എല്ലാവരും കൂടിയിട്ട് ഒരു വീട്ടിനകത്ത് താമസിക്കുക എന്നുള്ളത് വളരെ നല്ല കോൺസെപ്റ്റാണ്. അഭിപ്രായ വ്യത്യാസങ്ങളും ചില്ലറ പ്രയാസങ്ങളൊക്കെ തുടക്കത്തിൽ ഉണ്ടാവാം, പക്ഷെ എന്നാലും അത് ഒരു ഡ്രീം എന്നുള്ള നിലയ്ക്ക് മനസ്സ് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു ഐഡിയ തന്നെയാണ്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സഹോദരൻ ഹരിനാരായണൻ ഒരു 12 ബെഡ്റൂമുള്ള കെട്ടിടമാണ്. അതാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ സ്വപ്നമുള്ളത്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും സഹോദരങ്ങൾ ഒരുമിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ആശയത്തെ എങ്ങനെ കാണുന്നു? വളരെ നല്ല ആശയമായിട്ട് ഞാൻ കാണുന്നു. വളരെ നല്ലൊരു ആശയമായിട്ട് ഞാൻ കാണുന്നു. ഈ കുടുംബത്തിലെ ഇളയ സഹോദരനാണ് ശ്രീ സച്ചിദാനന്ദൻ. പാലക്കാട്ടെ അഹല്യ ഹോസ്പിറ്റലിൽ സെക്യൂരിറ്റി ഓഫീസറാണ് ശ്രീ സച്ചിദാനന്ദൻ. അദ്ദേഹത്തോട് ചോദിക്കാം. നല്ലൊരു ആശയമായിട്ടാണ് തോന്നുന്നത്. കാരണം പ്രായമാകുമ്പോൾ നമ്മളുടെ മക്കളും പേരക്കുട്ടികളൊക്കെ അവരുടേതായിട്ട് ജോലിയുടെ ഇതിനു വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് പോവുകയും അപ്പോൾ ബ്രദേഴ്സും എല്ലാവരും കൂടെ ഒന്നിച്ച് താമസിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഫീലിങ്സ് ഒഴിവാകുന്നു. ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ എല്ലാവരും തമ്മിൽ കേസ് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിലും ബാക്കി ബ്രദേഴ്സായിട്ടും ഏടത്തിയമ്മമാരായിട്ടും അനിയത്തിയമ്മമാരായിട്ടും സപ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ട മനസ്സിന് ശക്തി കൊടുക്കാനുള്ളത്. ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതി യാഥാർത്ഥ്യമാക്കണം എന്ന് പറയുമ്പോൾ ഈ സഹോദരങ്ങളുടെ ഭാര്യമാരുടെ ഒരു യോജിപ്പ്, സ്നേഹബന്ധം അത് ഏറ്റവും കൂടുതൽ അനിവാര്യമാണ്. കാരണം സ്നേഹത്തിൽ പോലും ഇന്ന് കാപട്യം നിറയുന്ന ഈ കാലത്ത് എല്ലാവരും ഒരുമിക്കണമെന്നൊരു ആശയമാണ് ഇവിടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആദ്യം തന്നെ അതിന് തുടക്കം കുറിക്കേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശാലമായ മനസ്സ് വേണ്ടത് ശ്രീ ഗോപാലകൃഷ്ണന്റെ ഭാര്യയ്ക്ക് തന്നെയായിരിക്കും. കാരണം വെച്ചാൽ അദ്ദേഹം ഒരു ആശയം മുന്നോട്ട് വയ്ക്കാം. നമുക്ക് ചോദിക്കാം, ഗോപാലകൃഷ്ണന്റെ ഭാര്യ ശ്രീമതി ഉഷ, നമുക്ക് അവരോട് എങ്ങനെയാണ്